കാനഡയിലെ ലക്ഷ്മി നാരായൺ മന്ദിറിന് നേരെയുണ്ടായ ഖാലിസ്ഥാൻ ആക്രമണത്തിൽ പ്രതിഷേധം അറിയിച്ച് കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് ഇക്കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിന്റെ മതിലുകളിൽ ഖാലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ എഴുതിവെച്ചത്. ഐസൺ ചേരുന്നു. ഐസൺ, ക്ഷേത്രത്തിന്റെ മതിലുകളിൽ ഖാലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ എഴുതിയതിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും രോഹിണി, കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ് ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഔദ്യോഗികമായ അറിയിപ്പിൽ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, അവിടെ ശക്തമായ ഒരു ഭാരതീയ വംശജർ നിരവധിയുള്ള പ്രദേശമാണ് കാനഡ. അവിടെ നിരവധിയായ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലും ഇടപെടുന്നവർ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വാഭാവികമായും അവിടെ ശക്തമായ ഒരു ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രവർത്തനം, ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രവർത്തനവും ഉണ്ടായത്. ഈ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ് ആണ് ഇപ്പോൾ അതിശക്തമായ ഒരു നിലപാടുമായി ഈ ലക്ഷ്മി നാരായൺ മന്ദിറിനെതിരെ നടന്ന ആക്രമണത്തിനെതിരെ വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ക്ഷേത്രത്തിന്റെ മതിലുകളിലും ആ ക്ഷേത്രത്തിന്റെ ചുമരുകളിലും ചില ചുമരുകളുടെ ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന രീതിയിലൊക്കെയുള്ള പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുന്ന ഒരു നീക്കങ്ങൾ, അല്ലെങ്കിൽ സ്പ്രേയറുകൾ കൊണ്ട് എഴുതി വെക്കുന്ന ഒരു നീക്കങ്ങൾ തുടർച്ചയായി പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു ക്ഷേത്രത്തിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുന്ന ഒരു നീക്കം നടക്കുന്നത് ഒരു ഹിന്ദു ഫോബിയ അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധ നിലപാടുകളുടെ ഒരു ഭാഗമായാണ്. അത് കാനഡയിൽ പടർന്നു പിടിക്കുന്നുണ്ട് പലയിടങ്ങളിലും. അത് ഖാലിസ്ഥാൻ ഭീകരരുടെ ഭാഗത്തു നിന്ന് അതിനെ ഒരു പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഖാലിസ്ഥാൻ ഭീകര സ്വഭാവമുള്ള സംഘടനയെ പിന്തുണയ്ക്കുന്ന ഒരു നീക്കം ഖാലിസ്ഥാനിലെ നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോ ഉൾപ്പെടെ ഉണ്ടായിരുന്ന നേതാക്കൾ, നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കളും നിലവിലെ പാർട്ടിയുടെ നേതാക്കളും എല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു എന്നൊരു പ്രശ്നം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഖാലിസ്ഥാൻ ഭീകരരുടെ ഒരു സാന്നിധ്യം ശക്തമായി കാനഡയിൽ ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഹിന്ദുവിരുദ്ധ നീക്കങ്ങളാണ്. ഇത്തരത്തിലുള്ള ഹിന്ദുവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരാവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെയാണ് ഇക്കാര്യത്തിൽ ജനകീയ പ്രതിഷേധം കൂടി ഉണ്ടാകണം. കാനഡയിലെ സ്വതന്ത്രരായി മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾ ഇക്കാര്യത്തിനെതിരെ, മതസ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന ഈ നിലപാടിനെതിരെ രംഗത്ത് വരണമെന്നൊരു ആഹ്വാനവും ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായും ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നൊരാവശ്യം ഭാരത വംശജരെല്ലാം തന്നെ അവിടെ കാനഡയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.